പറയണ്ട മക്കളെ, ഒരു ജാതി ഫീൽ ഇവിടെ. എന്തോ എന്തോ നെഗറ്റീവുള്ള ഫീൽ. എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തിട്ട് പരിപാടി മക്കളെ? ഗുരുദ്വാര ഇറങ്ങിയിട്ടാ നേരെ ഗുരുദ്വാര ഗേറ്റ് അടച്ചിട്ടോട് കിടന്ന് തുറന്നിട്ടാണെന്നില്ല. അവരോട് പറഞ്ഞിട്ട് ഗേറ്റൊക്കെ തുറന്ന് സെറ്റാക്കി. ഇനിതാ നമ്മൾ വാരണാസിയിലേക്കുള്ള പോക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളോ വാരണാസിക്ക്. ഇനി എത്ര ദിവസം പിടിക്കണോ? 200 കിലോമീറ്റർ ഉണ്ട് വാരണാസി. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാദ്യം രാം മന്ദിർ കാലത്ത് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഈ വീഡിയോ ഒക്കെ നല്ലതൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ നല്ല കയറി. ഇതൊന്നും കൊണ്ടുപോകാനും പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ അത് ക്യാൻസലാക്കി. എന്നാലും രാം മന്ദിർ പോകുമ്പോൾ ഒരു കാണുന്ന ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മൾ അയോധ്യയോട് വിട പറയുകയാണ്. അയോധ്യ ഒഴിവാക്കാൻ പോവുകയാണ് നമ്മൾ. അടുത്തത് വാരണാസി. അങ്ങനെയാണ് പരിപാടികൾ നോക്കണം. ഇന്നലെയും കണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി അവിടെ മൊത്തം വൃത്തിയാക്കുക. ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ രാവിലെ വൃത്തിയാക്കുക. ഫുള്ള് കാലത്ത് വൈകുന്നേരമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ആ നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് എന്തോരം അമ്പലങ്ങളാണ് ചോദിച്ചിട്ട്. ഫുള്ള് അവിടെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളാണ്, പുറത്തൊന്നല്ല. കടകളിൽ പാല് കൊണ്ടുവരാൻ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ യാതൊരു സൈഡിൽ കാണാൻ. നോക്കിയത് നോക്കിയേ, മറ്റേ മന്ദിര ഉണ്ടാകും. മന്ദിരമാണ് കാരണം എന്തോരം അമ്പലം. ഏരിയ മൊത്തം അമ്പലം. നാളെ തന്നെ 6:30 വെള്ളടി തുടങ്ങിയത്. റെയിൽവേ ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരു പള്ളിയല്ല അമ്പലം. ഇവിടെ പള്ളി പൊളിച്ചതെന്നൊക്കെ പറഞ്ഞു അവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ കാണാൻ വേണ്ടി നല്ല പോയി. അപ്പോൾ നമ്മൾ രാം മന്ദിറിൻ്റെ അവിടെ തന്നെയാണെന്ന് പറഞ്ഞത്. പള്ളി പൊളിച്ചിട്ട് അവശിഷ്ടങ്ങൾ കാണാമെന്ന് പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി. വേറെ ഒരിടത്തും കിടക്കാൻ പറ്റില്ല, പണിയുള്ള കാരണം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. ഫുള്ള് മിലിറ്ററിക്കാരും പോലീസുകാരും അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ഒക്കെ ഉണ്ട്. നമ്മളവിടുത്തെ പോലെ പറച്ചിലൊന്നും അതിൽ ഏർപ്പെടും. ഇതിലിപ്പോൾ നേരെ പടങ്ങി. ആ ബിൽഡിങ്ങൊക്കെ നോക്കി ബാക്കിൽ കണ്ട ഒരു പഴയ എന്തൊരു സാധനം. എന്തൊരു മന്ദിരമാണ് ഇതാ കണ്ടില്ലേ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയതിൻ്റെ. രണ്ട് വഴി കാണിക്കുന്നുണ്ട് ഇവിടുന്ന് വാരണാസിക്ക്. ഒരെണ്ണം 208 കിലോമീറ്ററും ഒരെണ്ണം 219 കിലോമീറ്ററും. രണ്ട് വഴിയായിട്ട് കാണിക്കണേ. നമ്മളപ്പോൾ എളുപ്പവഴി കൂടെ പോകുന്നതാണ്. നമുക്ക് എന്നൊക്കെ എളുപ്പവഴി പോയിട്ടുണ്ട് അന്നൊക്കെ പണി കിട്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാകും അങ്ങനെ പോകുമ്പോഴൊക്കെ. മറ്റേ 1 കിലോമീറ്റർ കൂടുതലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. അങ്ങനെ ശരിയാവും. ഇത് കാലത്ത് 6:30 ആയിട്ടുള്ള കേട്ടോ. 6:30 ആയതുകൊണ്ട് ഇത്ര തിരക്ക് കുറവ് ഉണ്ടാവും. എല്ലായിടത്തും ഗസ്റ്റ് ഹൗസ് റൂം കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് കിട്ടാം. ഇവിടെ നാളെ സീസൺ ടൈമിലൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല റേറ്റാന്ന് പറഞ്ഞത്. ഇപ്പോൾ 500 രൂപ 200 രൂപയ്ക്ക് കിട്ടാണ്ട്. നമുക്ക് എപ്പോഴും നല്ലത് ഗുരുദ്വാരയാണ്. ഗുരുദ്വാരയിൽ ഒന്നവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായാൽ മതി, സെറ്റാണ്. പിന്നെ ഒന്നും നോക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു സ്ഥലം എവിടെയും തരും. ഇവിടെ എത്തിയപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയപ്പോഴാണ് ഗുരുദ്വാരയിൽ റൂമൊന്നും കിട്ടാണ്ടിരുന്നിടന്ന്. മറ്റേത് എനിക്ക് കുറേ റൂം കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. എന്തോ റൂമാണെന്നുള്ളത്. ഇപ്പം ഇന്ന് നിന്നേലെന്ന് പറഞ്ഞാൽ റൂം കുറേ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ AC അങ്ങനത്തെ 1500 രൂപയ്ക്ക് കൊടുക്കണമെന്നൊക്കെയാണെന്ന് പറഞ്ഞത്. ഇനി അവർ പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല 1500 രൂപയ്ക്ക് റൂം കൊടുക്കും ഗുരുദ്വാരം. നമ്മൾ അത്രയും റേറ്റ് കുറവിൽ കൊടുക്കണമല്ലേ. പിന്നെ കേരളത്തിൽ ഗുരുദ്വാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നിട്ടുണ്ടാവുന്നില്ല. ഞാൻ ഒന്ന് കേരളത്തിൽ ഗുരുദ്വാരം ഒന്നുമില്ല. അങ്ങനെ നേരെ ആളെടുത്ത് കാണിച്ചിട്ട് 20 ഗുരുദ്വാരം വന്നിട്ട് കേരളത്തിൽ മൊത്തമായിട്ട്.
സ്ഥലമല്ലേ, നമുക്കറിയില്ലല്ലോ. അങ്ങനെ പഠിച്ചായിരുന്നു. ഇതൊക്കെ ഏതാ വഴിയാണാവും. നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യമില്ല. വലിയൊരു കുളം എന്തില്ല. അയ്യോ കുളം നോക്കി. എന്നിട്ട് കുറൂസ് കുണ്ട. ആ കേരള इधर से वाराणसी। ये सूरकुंड के दर्शन कर लिए। यहाँ सूरकुंड मंदिर है। हाँ आगे सूरकुंड मंदिर पड़ता है, वहाँ भी दर्शन कर लेंगे। सूरपुर मंदिर है। हाँ सूर्य भगवान का मंदिर है, यहाँ पे आगे जाएंगे। बड़ा मंदिर है नगर बाजार में है। दर्शन आगे जाएंगे, रास्ता कटा है। हाँ उधर से जाएंगे और बूथ नंबर 4 होकर सूरकुंड मंदिर चले जाएंगे। बड़ा मंदिर है। हाँ बड़ा मंदिर, कुंड भी बना, सूर्य भगवान का मंदिर है वो। हाँ बहुत अच्छा सिद्ध रोकते हैं। चरण रोग के बीमारी को। इधर से कितना दूर है ये? यहाँ से 3 किलोमीटर पड़ेगा बस। ये वाराणसी रोड में। भाई सूरकुंड होते हुए पकड़ लीजिएगा अम्बेडकर नगर रोड। हाँ टेम्पल का नाम क्या है? कुर्सू सूरकुंड। 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 हम आपको अपना कार्ड दे रहे हैं, जो चीज़ पूछना रुकिए 1 मिनट। हम अपना विजिटिंग कार्ड दे रहे हैं, जो चीज़ पूछना चाहे पूछ सकते हैं आप। यहाँ के दस्ते स्थल के देखिए भी होंगे, आपको दे देते हैं जो यहाँ सब। सूरकुंड എന്ന് പറഞ്ഞൊരു വലിയൊരു ടെമ്പിൾ ഉണ്ട് ഇവിടെ അടുത്ത. അതിന് പുറത്ത് പോയി നോക്കി നോക്കാം. ये हमारा कार्ड है, हाँ इस पर रखे जी, कोई भी पूछेंगे बता देंगे आपको यहाँ के बारे में, कोई आपको भड़काएगा नहीं। और ये रख लीजिए यहाँ के दस्ते स्थल, कार्डवा असल में दिल्ली से छपा है। देखिए दस्ते स्थल का कार्ड, ये सब यहाँ के प्रमुख बिरला मंदिर से दूरियाँ लिखी हैं। ये इधर से पूरा मंदिर का ये सब यहाँ अयोध्या धाम के सब दर्शनीय स्थल हैं आसपास के सब। ये कितना टोटल कितना है? टोटल कई हैं, दिल के गिन लीजिए, गिनने तो जो भी गिने ना। धर्मशाला से श्री सब बिरला धर्मशाला से सब दूरियां हैं। ये पूरा धर्मशाला है। ये सब मंदिर हैं सब, ये सब हाँ। बिरला तो धर्मशाला मंदिर है, जो श्री राम जन्मभूमि के सामने बिरला मंदिर है। हाँ उसी से दूरियां लिखी हैं सब। हाँ बाकी कांटेक्ट नंबर हमारे हैं, कुछ पूछेंगे बता देंगे। हाँ ओके ओके बाय बाय. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം, അത് നല്ലത്. നമ്മള് അങ്ങനെ വാരണാസിക്ക് പോണ നേരത്ത് ഒരാളെ പരിചയപ്പെട്ടു, ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കാണ്ട് ഞാൻ മുമ്പിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിൽക്കണു. അങ്ങനെ ആളും കാശിക്കാണ് പോണേ. ആള് ഗുജറാത്തിൽ നിന്ന് വന്നുള്ളതാ. കണ്ടില്ല, ഇതാണ് ആള്. ഹായ്, आपका नाम क्या है? मेरा नाम प्रवीण है। प्रवीण है. किधर से आया? गुजरात से। गुजरात से. किधर से? इधर गुजरात से मैंने किया था स्टार्ट अयोध्या। मेरी यात्रा थी 1600 किलोमीटर की। हाँ अयोध्या पहले खाटू श्याम गया, बाद में अयोध्या। हाँ। और अब जा रहा हूँ काशी तक। हाँ ओके. कितना दिन हो गया? अभी मेरा 21 से 21 दिवस हुआ। 21 है. हाँ കണ്ടില്ലേ, ആളെ അമ്പലത്തിക്കാണ് പോണേ. क्या ब्रो? കണ്ടില്ലേ, കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ഇത്ര ദിവസം ട്രാവൽ ചെയ്തിട്ട് ആദ്യമായിട്ടാ. ഞാൻ ഇവിടുത്തെ പോകുമ്പോൾ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാനുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കിട്ടണേ. അങ്ങനെ എന്താവും നോക്കി നോക്കാം. ഇവൻ കാശേരുള്ളൂന്ന് പറഞ്ഞേ. ചിലപ്പോൾ ഇവൻ്റെ അവസ്ഥ എങ്ങനെ അറിയില്ല. ഒപ്പം പോകും എന്തായാലും നോക്കാം. ശരി, നല്ല ചൂടാട്ടാ. 8 മണി കിത്തനാട്ടാ, ഈ 9 മണിയായി. ഒടുക്കത്തെ ചൂടാ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഫുള്ള് പാടങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ചെക്കൻ നോക്കി പുള്ളിയാട്ടാ. 23 ദിവസമായിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഫുള്ള് കൃഷിപ്പണി കാര്യങ്ങളൊക്കെയാണ് അവിടെ. നമ്മള് വാരണാസി പോണ വഴിയിലാട്ടാ, ഒരു വലിയൊരു ടൗണിലെത്തി. നോക്കി മാങ്ങര വലിപ്പൊക്കെ നോക്കിയേ. മാങ്ങര 5 വേണ്ടിയാ. അതെ ബാബാജി, അവിടെ സൈഡിലേട്ടോ ബാക്കിൽ വലിയൊരു ബസ് വരുന്നുണ്ട്. നമുക്കൊരു സൈക്കിൾ റൈഡിൻ്റെ ആളില്ല. ആളുടെ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആൾ വന്നിട്ട് ബാക്കി ഇവിടെ വന്നിട്ട് വിളിക്കുക. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാ അടുത്ത ആളെന്ന്. നോക്കുമ്പോൾ 2 ആളും കൂടിയിട്ടാ. ഇവർ ഗുജറാത്തിൽ നിന്ന് കാശിയിലേക്കാണ്. അയോധ്യ കാശിയൊക്കെ കൂടി കറങ്ങിയിട്ട് പോകുന്നുണ്ട്. 1600 കിലോമീറ്റർ നോക്കിയിട്ടുള്ള ആകെ. രണ്ട് പൂവ് ഇവിടുന്ന് തിരിച്ച് വണ്ടിയിൽ കയറി പോവാ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ മറ്റേ ബായി ബാക്കിലാ. ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അവിടെ. കണ്ടില്ലേ, കൊടിയൊക്കെ വെച്ചിട്ട്.
നമ്മൾ ട്രാവൽ ചെയ്യണത് ഒരു സന്തോഷത്തിനും സ്ഥലങ്ങൾ കാണാൻ അങ്ങനത്തെ ഇതൊക്കെ അല്ലേ. ഇവർ പോകണമെന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ അങ്ങനത്തെ പരിപാടിക്കാണ്. അത് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറേ ഇതേപോലെ ഇങ്ങനെ അമ്പലത്തേക്ക് പോകണുണ്ട്. ഇങ്ങനെ കേദാർനാഥ് കുറേ സ്ഥലത്ത് കുറേ അമ്പലങ്ങൾക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ പോകണുണ്ട്. അവരങ്ങനെ തന്നെ ശീലിച്ചായിരുന്നു. പിന്നെ അങ്ങനെ നല്ല കാര്യം എന്തായാലും അടുത്ത പിടിക്കാൻ വെച്ചപ്പോൾ അവർക്ക് ശ്രീലങ്കയിൽ പോകണമെന്ന് താല്പര്യമുണ്ട്. ശ്രീലങ്കയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ട്രാവൽ ചെയ്യണം. അപ്പോൾ ശ്രീലങ്കയിൽ ഏതൊരു അമ്പലമുണ്ട് അവിടേക്ക് പോകണമെന്നുണ്ട്. പിന്നെ അത് നേപ്പാളിലേതോ ഒരു അമ്പലം പറഞ്ഞു. അത് ഈ 2 സ്ഥലത്തേക്ക് പോകാനാലും താല്പര്യം. അങ്ങനെ ഇവർ മെല്ലെ പോകാമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ആളുടെ അച്ഛനാണ്ട് 2 ദിവസം മുന്നേ വയ്യാണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വരാൻ പറഞ്ഞിട്ട് വിളിച്ചു വന്നു. അപ്പോൾ ഇവർക്ക് നിർത്താനും പറ്റില്ല. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളതുകൊണ്ട് എത്താൻ. അങ്ങനെ ഇന്നലെ അയോധ്യയിൽ സ്റ്റേ ചെയ്തിട്ട് അവർ നോക്കിയിരുന്നു. ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഇവരിന്നിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണേ. ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ നല്ല പടം അവിടെ കൂടെ. ഇവർ 100-120 കിലോമീറ്ററൊക്കെ ഡെയിലി ഔട്ടുണ്ട്. 7 മണി വരെയൊക്കെ നിർത്താണ്ടി ഔട്ടാണ്. അങ്ങനെ നമ്മൾ ധൃതി പിടിച്ചിട്ട് അങ്ങനെ ചവിട്ടി നമുക്ക് കാര്യമില്ല. ഇവർക്ക് പറഞ്ഞത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവരുടെ പരിപാടി കഴിഞ്ഞ് കമ്പനിയൊക്കെ എടുക്കുകയാണ്. നമ്മളിവിടെ ഒന്നാമത് ഡെയിലി ചവിട്ടണം തന്നെ പ്രശ്നമാണ്. എല്ലാവരും പറയുന്നുണ്ട് ഡെയിലി ഔട്ട് നിർത്തിക്കുക, 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ എന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ചയിൽ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോകണമെന്ന്. നമ്മൾ വയ്യാണ്ടത് മാത്രം റെസ്റ്റ് എടുക്കും. സീനാണ്. അങ്ങനെ ഇവർ നല്ല പടം അടച്ചിട്ട് പോകണേ. ഇവർ എന്നെയും കൊണ്ടിട്ട് പോകാനുള്ള പരിപാടിയാകുന്നുണ്ട്. നടക്കണില്ലേ, ഇവർ നിർത്തണില്ലേ. നമ്മൾ നിർത്തിയിട്ട് 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഇവർ പറയാ പോവാന്ന്. നമുക്ക് ആ പരിപാടി നടക്കില്ലേ. അങ്ങനെ ധൃതിയാണ്. ധൃതി കുറവാഞ്ച് കുഴപ്പമില്ല. എത്ര നേരം വൈകി കഴിഞ്ഞാലും കുഴപ്പമില്ല. എത്രയും മെല്ലെ പോകണോ അത്രയും മെല്ലെ പോകാൻ ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, വേഗം പോകണം നടക്കുന്നത് രസമല്ല. കാരണം ഞാൻ ഇത്ര നാളിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ആയമ്പാടി ഇല്ല വന്നിരുന്നേ. അപ്പം അത് കാരണം ഇവർ നല്ല പടം എടുത്തിട്ട് ഇവർക്ക് ഹോസ്പിറ്റലിൽ കാരണം വേഗം പോകും വേണം. ആ ഒരു മൈൻഡിലാണ് ഇവർ. അങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചു. നല്ല ബാക്കിലാ. അങ്ങനെ പരിപാടി മക്കളെ പറയണ്ട. ഞാനെന്തെങ്കിലും കഴിക്കാൻ വേണ്ട. അവരെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല. അവരെ മുട്ടക്കട കിട്ടാൻ ചെന്നിട്ട് പുഴുങ്ങിയ മുട്ട ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എനർജി കയറും. ഇവർക്ക് മുട്ട കഴിക്കാൻ വലിയ താല്പര്യത്തിലുണ്ട്. അവർ അമ്പലത്തേക്ക് പോകണവരല്ലേ. അങ്ങനെ നോക്കട്ടെ എന്തായാലും. നല്ല വലിയൊരു ടൗൺ ആട്ടോ അത്. നല്ല തിരക്കുണ്ട്. വഴിക്ക് കണ്ടതാട്ടോ അവിടെ ആക്സിഡന്റ്. എന്താണെന്നറിയില്ല. UP ആണ്. അത് കാരണം ആക്സിഡന്റ് ആണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ലേ. ആക്സിഡന്റ് ആണെന്നുണ്ടിട്ടാ. കാറ് നല്ല മട്ടം മടിയുണ്ടല്ലോ. ആർക്കെങ്കിലും പറ്റിയെന്നാണാവോ. നല്ല പടം അടച്ചിട്ടുണ്ട് വണ്ടി. സ്വിഫ്റ്റാണ്. ഇവിടെ കണ്ടില്ലേ എല്ലാ വീട്ടിലും ഫ്രണ്ടിൽ തന്നെ പശുക്കളുണ്ടാവും. അത് റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലർ ഇട്ടുണ്ടാവുക. നമ്മുടെ പോകുന്ന 2 ആള് നല്ല പെടേട്ട ഒരു രക്ഷയില്ല. ആദ്യ പെട അടച്ചിട്ട് പോവുക. ഞാൻ നല്ല സൈഡിലാക്കി വൃത്തിയുള്ളവർ പോക്കോട്ടെ. അതാ നല്ലത്. 170 കിലോമീറ്റർ ഉണ്ട് ഇനി വാരണാസിക്ക് മാത്രം. ഇനി നമ്മൾ ധൃതി പിടിച്ചിട്ട് എന്തായാലും ഒന്നും എത്തില്ല. ഇന്നല്ല നാളേക്ക് എത്തില്ല. അതുകൊണ്ട് ഞാൻ ഹായ് ബായ്. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഒന്നും പറയണ്ട. അമ്മ സൈക്കിൾ ഓട്ടി പോണോക്കി. പഞ്ചറായി മക്കളെ. കിട്ടി പണി നോക്കിയേ. ഓരോ സാധനം കിട്ടണതേ. അത് പൊക്കോട്ടെ. സീന. അങ്ങനെ നമ്മൾ നേരെ പോരും വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടതാ. കഴിഞ്ഞ വഴിക്ക് ഒരു പഞ്ചറ കിട്ടി. അങ്ങനെ പഞ്ചറൊക്കെ അടച്ചു. എന്നിട്ട് നമ്മുടെ മറ്റേ ആള്
भाई आपका नाम क्या है? अपना दिनेश पटेल। दिनेश पटेल। हाँ यस, ओके। हम गुजरात में रहने वाला है, गुजरात में, ഗുജറാത്ത് അഹമ്മദാബാദ്. अहमदाबाद। ആ 20 വയസ്സായിട്ടുള്ള ചെറിയക്കനാ 20 साल हो गया. हाँ यस, मेरे 20 साल हो गए। അങ്ങനെ നല്ല ചൂടാ. ഞാനൊക്കെ റെസ്റ്റ് എടുക്കാറുമ്പോൾ ഇവർ കൂട്ടാക്കണില്ലേ. ഇവരെന്നോട് ഇവൻ്റെ तुम्हारा बाप का हॉस्पिटल केस है, कौन सा आदमी का हॉस्पिटल केस है? हॉस्पिटल। हाँ हाँ तुम्हारा बाप का. ആ അത് കാരണം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ വേഗം എത്തിയിട്ട് വേണം അവർക്ക് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ നല്ല വെയിലാ. ചവിട്ടാൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ സൈക്കിളുകാരൊക്കെ പോയി. അവർക്ക് നിർത്താണ്ട മൈൻഡ് അങ്ങനത്തെ ഒന്നും ഇല്ല. അവർക്ക് വേഗം പോകണതിനും ഞാൻ വന്നു. അച്ഛന് വയ്യ കാരണം നിർത്താണ്ട് പിടയ്ക്കുക. നമ്മളവന് കിട്ടുന്നില്ല. ഞാൻ ഒരു ഹോട്ടലിൽ ഭക്ഷണമാക്കിയാറ് നാട്ടിൽ 4 റൊട്ടി ഉണ്ടാവും, റൈസ് ഉണ്ടാവും, ദാൽ കറി ഉണ്ടാവും, പിന്നെ വേറെന്തോ കറി, വേറെന്തോ ഉപ്പേരി, സബോള, പച്ചമുളക് അപ്പോൾ കൂടിയിട്ട് വേറെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ തന്നു കൊടുന്നു. ഇങ്ങനെ ചെറിയ കടയായിട്ട് കണ്ട ഞാൻ വിചാരിച്ചില്ല ഗൂഗിൾ പേ ഉണ്ടാവും കഴിഞ്ഞപ്പോൾ ഗൂഗിൾ പേ ഇല്ലയെന്ന് പെട്ടു. ഫുഡ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ചോദിക്കാൻ തോന്നിയത്. വല്ലാത്തൊരു പണിയായിട്ട് ഞങ്ങൾക്ക് ആരും തന്നെ ചോദിക്കണ്ടായിരുന്നു. നമുക്ക് ഇവിടെ അടുത്ത വല്ല കടകൾ കിട്ടണം. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉള്ളിൽ പോലത്തെ സ്ഥലം ഇത് ചെറിയൊരു ഹൈവേണ്. പക്ഷേ കടകളൊക്കെ ഈ പറഞ്ഞ പോലെ പഴയ പഴയ ടൈപ്പ് ഇല്ലേ നമുക്ക് കേട്ടില്ലയോ. ഇത് നോക്കിയാൽ പഴയത് തോന്നുന്നില്ല. എന്നാലും എത്ര ദൂരം അതിൻ്റെ ഒരു ഹോട്ടൽ തന്നെ ഉണ്ടെന്ന് അറിയുമോ. ഒക്കെ അവൻ്റെ സമൂസ മാത്രമാണ് കട മാത്രമാണ്. രാവിലെ തൊട്ട് വന്നിട്ട് സാധനം കഴിച്ചിട്ടില്ല. നല്ല ഇഷ്ടമുണ്ട്. അത് ഇത്ര കഴിക്കുമെന്നുള്ളത് അറിയില്ല. അതാണ് പ്രശ്നം. എന്തായാലും കഴിക്കട്ടെ. മയ്യ കഴിച്ചിട്ട് ഇവിടെ കിടക്കാൻ കട്ടിട്ട് ഹോട്ടലും കിടന്നിട്ടൊക്കെ പോവാം. അതൊക്കെ നിറച്ച് ഈച്ച ഇവിടെ. മഴ പെയ്തു മക്കളെ. മഴ മഴ നോക്കിയേ. നല്ല മഴ പെയ്തു. 2 മിനിറ്റ് കൊണ്ട് പെയ്ത മഴ കേട്ടോ. നോക്കിയേ ആകെ വെള്ളം കയറി നല്ല സീനായി കണ്ടില്ലേ. ഞാനെന്താ ഭക്ഷണം കഴിക്കാൻ കയറിയില്ല. സൈക്കിൾ പുറത്താണെന്ന് വേഗം ഓടിപ്പോയി ഉള്ളിൽ കഴിച്ചു. കണ്ടത് അവിടെ ഉണ്ട്. മഴ നോക്കിയിരിക്കുക അവിടെ. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. ഇനി മഴ മാറണ വരെ ഇവിടെ ഇരിക്കുക. എന്നിട്ട് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവുക തന്നെ. ഓ സമാധാനമായി മഴ പെയ്തു. മഴ ഒന്ന് കൊള്ളാൻ പറ്റാമെങ്കിൽ സുഖമായിരുന്നു. ഇതിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നേരത്തെ മഴ പെയ്യുക. മഴ കൊള്ളാനും പറ്റില്ല. മഴ പറഞ്ഞുകൊണ്ട് ആ വെളിച്ചം വന്നു തുടങ്ങിയിട്ടാ. മഴ ഇപ്പോൾ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാരം ഇവിടെ ഷെഡൊക്കെ ഇട്ടിട്ട് നടക്കണേ. ആള് മഴ വെള്ളം ഇറങ്ങിയിട്ടുള്ളതുകൊണ്ടിട്ടാ. ചൂട് കാരണേ എളുപ്പമല്ല. മഴ മാറുന്നാലും ഇവിടെ റെസ്റ്റ് ചെയ്യുക. ദാബ് കിട്ടിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടാണതാ. അയ്യോ ഇവിടെ ഗൂഗിൾ പേ ഇല്ലാണ്ട് പെട്ടു. ഭക്ഷണം പറയുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇതാ പോയി ഭക്ഷണത്തിൻ്റെ അപ്പുറത്തെ കടയിൽ ഒരു ഗൂഗിൾ പേ കൊടുത്തിട്ട് കാശൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത്. ഇപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഗുദാമ് പോലത്തെ ഏരിയ. റോഡ് നല്ല ഭംഗിയുള്ള റോഡാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കടകളൊക്കെ പറഞ്ഞ പോലെ എത്ര ദൂരം കഴിഞ്ഞിട്ട് ഹോട്ടൽ കിട്ടിയെന്ന് അറിയും. എല്ലായിടത്തും ഈ സമൂസ ഉണ്ടാവും, പക്കും എന്തൊരു പക്കോടെ അങ്ങനെയുള്ള സാധനങ്ങൾ അത് മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു താലി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പോയിങ്ങുണ്ട്. നമ്മുടെ അവിടെ നിന്ന് നോക്കി ഹോട്ടലിന് നടുക്ക് കൂടെ വെള്ളം പോലുള്ള സെറ്റപ്പ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ കുറേ നേരം 1 മണിക്കൂറൊക്കെ ആയിട്ട് ഇരുന്നുണ്ട്. നല്ല മഴ നടന്നു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് മഴ പോയി. എന്നിട്ട് ഗംഭീര വെയിൽ. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മഴ കൂടി. അങ്ങനെ മഴ കൂടി പിന്നെ പറഞ്ഞപ്പോൾ വെയിൽ വന്നിട്ടില്ല. അത് കാരണം നല്ല ക്ലൈമറ്റ് ആയി. നോക്കി നല്ല സൂപ്പർ ക്ലൈമറ്റാ. സ്കൂളൊക്കെ വിട്ടിട്ട് പിള്ളേരൊക്കെ കയറി കണ്ടില്ലേ. കുറേ സ്ഥലത്ത് നിന്ന് പിള്ളേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം. പിള്ളേർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് മഴ പെയ്തപ്പോൾ കോട്ടയും കോട്ടൊന്നും വേണ്ട, മഴയത്തിങ്ങനെ നനഞ്ഞ് പോകണമെന്ന് എല്ലാവരും. ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല, അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് ടെൻ്റ് അടിക്കേണ്ട കേസൊക്കെ കുറച്ച് സീനാന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് ഇങ്ങനത്തെ ഒരുമാതിരി ഉള്ളിലത്തെ പോലത്തെ ഒരു വഴി അത് കണ്ടില്ലേ. അങ്ങനെയാണ് പരിപാടി മക്കളെ.
ഫോണിൽ ചാർജില്ല ഒരെണ്ണത്തിൽ. അപ്പോൾ പവർ ബാങ്ക് ഇപ്പോൾ എടുക്കണോ അതോ ടെൻ്റ് അടിച്ചിട്ട് എടുത്താൽ മതി എന്ന് ആലോചിക്കണേ. അല്ല പിന്നെ ചാർജിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അടുത്ത പണി അങ്ങനെയൊരു പരിപാടി. ഇതൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ വീഡിയോകൾ കണ്ടാൽ ഇപ്പുറത്ത് വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ഹോട്ടലും കൂടിയിട്ടുണ്ട്. കൃഷ്ണ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. എന്തോ ഒരു വീടാണത്. വീടാണ് സൂപ്പറായിട്ട്. ഇത്ര നേരം വന്നിട്ട് അതൊരു വീട് പ്ലാവാണ്. ഇത്ര നല്ല വീടൊന്നും ഇവിടെ കണ്ടിട്ടാണില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നോക്കി നല്ല പെടപ്പം വീടായിട്ട് വീടാണെങ്കിൽ അയ്യോ ചൂട് കാരണേ മേത്തൊക്കെ ഈ ചൂടൂര് വന്നിട്ട് മഴ പെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ചുട്ടൂര് പുറമൊക്കെ. ഓ ഏയ് പുതിയ ആക്റ്റീവുകളൊന്ന് ലോഡ് ഇറക്കിയിട്ടാ. ലോഡ് കുറഞ്ഞ് എവിടേക്കാ അത്? ആ കോ എവിടേക്ക് ഇതുമ്പോ തട്ട് ചെയ്യണേ? ഇതറത്ത് വന്നിട്ടേ ഇതിലൊക്കെ തട്ട് കൈ കൊണ്ട്. ये दीदी इधर से थोड़ा पुश करेगा, नहीं क्या करेगा? അയാളൊന്നും പറയുന്നില്ല. ആ തള്ളക്കൊരു ആവശ്യമില്ല, നേരെ പോയാൽ മതി. വെറുതെ ഒറ്റ തള്ളു പിടിച്ചിട്ട് നമ്മൾ രണ്ടാളും നോക്കിയില്ല. അത് വേറെ ആവശ്യം. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പുറത്തൊരു വണ്ടി കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മെല്ലണിൽ വരണേ. അപ്പോൾ അയാളും അതിൻ്റെ ഉള്ളിൽ വിട്ടു, ഞാനും വിട്ടു. പറഞ്ഞ കാര്യമില്ല. കെട്ടി വന്ന് വീഴാണ്ടിരുന്ന വായിക്കുന്നുണ്ട്. ഞാൻ വീഴാതെ ഞാൻ ഒറ്റയ്ക്ക് വീഴില്ല. അവർ വീഴാതെ മൂന്നാൾ കൂടിയിട്ട് വീഴുക. അപ്പുറത്തേക്ക് വീണെങ്കിൽ തല്ലടിച്ചിട്ട് വീഴുക. നല്ല സൗ നാട്ടിൽ നിന്ന് നല്ല അടി കിട്ടാനുള്ളതാ. യു പി വരെ വന്നിട്ട് അടി വേണ്ട കാര്യമില്ല. ഇവരടി വാങ്ങിച്ച് തന്നിട്ട് അടങ്ങുമെന്ന് തോന്നുന്നുണ്ട് എന്നെ കൊണ്ട്. അങ്ങനെ ക്യാമറ എടുത്തേക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇത് കൈ പിടിച്ചിട്ട് അടുത്ത് കെട്ടി വന്ന് വീടാവും. എന്തോ ഒരു പഴവ് പറ്റി മക്കളെ. വഴി തെറ്റി ഫുള്ള് ഒരു ഉള്ളേരിയേക്ക് കയറി. ഫുള്ള് ഗ്രാമങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ എന്തോരം ദൂരം കിടക്കണാവോ. കടകളിലൊന്നേ ഫ്രിഡ്ജ് പോലും ഇല്ല. എത്ര കടയെന്ന് അറിയും. തണുത്തള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഒരു പെട്രോൾ പമ്പോ ഒന്നും കാണാനില്ല. കണ്ടിട്ട് ഒക്കെ പഴയ പഴയ ടൈപ്പ് വീടാണ്. അയ്യോ തണുപ്പത് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി സുഖമായിരുന്നു. കണ്ടല്ലേ വീടുകളൊക്കെ നോക്കി. എന്ത് സീന് വീടുകളെ ഉള്ളൊക്കെ. ആ ഇവിടെ ഞാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. ഉണ്ട് അടിയിലൊന്നും കാണാനില്ല. നോക്കി ആൾക്കാർ വരാൻ നോക്കി അവിടെ കണ്ട. ഇവരൊക്കെ ഒരുമാതിരി തുറച്ചിട്ട് നോക്കണം. നമുക്ക് പേടിയാവും ശരിക്ക്. ഞാൻ ആദ്യം ഇങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ ആക്കിയിട്ട് ചിരിക്കും. പക്ഷെ പിന്നെ ആക്കുമ്പോൾ അങ്ങനെ ആക്കണം, ഇനി പണിയാവും വിചാരിക്കും. 2 പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ടേ ഓരോരുത്തരൊന്നും എന്തെന്ന് ചോദിച്ചു. ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായി കഴിഞ്ഞിട്ട് ആ നേരത്തെ ഉണ്ടാക്കിയിട്ടാ നോക്കി കഴിഞ്ഞാൽ മാമ അയ്യോ എന്ത് ചൂടാ നോക്കി വീടോട് കണ്ടില്ലേ. ഓ ഫുള്ള് മണ്ണൊക്കെ തേച്ചിട്ട് ലെസ്റ്റ് ചെയ്യാമേ. കടകളും സൂപ്പർ മാർക്കറ്റും പെട്ടിക്കടകൾ ഇവിടെ ഒക്കെ നേരം പെട്ടിയുണ്ട്. ചെറിയ കടകളൊക്കെ നോക്കി കിട്ടുകയാണ്.
നേരം എവിടെയും ഇരിക്കുക, ആകെ വേർ തുടങ്ങി. വെള്ളമില്ല, വെള്ളം നോക്കട്ടെ ആദ്യം. ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ വെച്ചാൽ തണുത്ത് വാങ്ങാൻ വെച്ചിട്ട് ഇവിടെ ഫ്രിഡ്ജൊന്നും കാണാനില്ല. ഇത്ര വലിയ വണ്ടിയൊക്കെ കൂട്ടുള്ളിൽ കൂടെ വഴിയിൽ വന്നിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ട് അതിൻ്റെ ഉള്ളിൽ പുറത്ത് കിടക്കുന്നില്ലേ. സമയം എത്ര? 4 മണിയായി. 4 മണി 3:55. എത്ര നേരമായി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങാൻ വിചാരിച്ചിട്ടാ. കിടക്കാൻ സുഖം കിടന്ന്. റോഡ് നല്ല റോഡാ, പക്ഷേ ആൾക്കാരൊന്നേ ഒരു സുഖമില്ല. എന്തോ പോലെ നമ്മളത് നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തണ പോലത്തെ നോട്ടൊക്കെ. ഒരാൾ ചിരിച്ചു, വെറുതെ എന്തായാലും ഉണ്ടാക്കി നോക്കിയതാ. ചിലവണ്ട് കഴിഞ്ഞാൽ നമ്മള് ചിരിക്കാനുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടാവുന്നത് തോന്നില്ല. അങ്ങനെ മോഹൻ ചിരിക്കണ്ടാവും. വെയിലാണ് കണ്ടില്ലേ, ഫുള്ള് കൃഷി 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 കൃഷി. വയ്യാണ്ടായി. ഫുൾ കൃഷി ഭൂമിയാണ്, കൃഷി കൃഷി കൃഷി. ഇതിനുള്ളിൽ ഇവിടെ ഫുള്ള് ഇത്രയും വലിയ വണ്ടികൾ മാത്രം പോകണോട്ടോ. ഇതിനേക്കാൾ ചെറിയ വണ്ടി പോലും കാണാനില്ല. അവിടെയൊക്കെ നോക്കിയാൽ അവിടെ ഒരു കാവ് വേണ്ട, ഫുള്ള് ഓല മുകളിൽ കഴിഞ്ഞുള്ള. എന്നിട്ട് ഇഷ്ടിക മണ്ണുകൊണ്ട് തേച്ചിട്ട് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണില്ല, ഇത് ചെറുതല്ലേ. കണ്ടില്ല ഇവിടെയൊക്കെ നോക്കി ഓല വീട് കണ്ട, ഓല വീട് മണ്ണുകൊണ്ടൊക്കെ തേച്ചിട്ട് നല്ല ശരിയാണ്. ഇവിടെ നല്ല തണവുണ്ടാവില്ല എടുക്കുമ്പോൾ. വീടുന്ന് കഴിഞ്ഞാൽ അറിയാം. എന്നാലും മറ്റേതിനേക്കാളും തണവുണ്ടാവുന്നതായിരിക്കും, നല്ല ഫ്രഷ് മണ്ണാവും. പുറം ടൂറല്ല, ചൊറിയ ചെയ്യണം പുറമൊക്കെ. ഇന്ന് വെറുതെ രാജ്യമാണ് മഴ പെയ്തിട്ട് കുറച്ച് നേരം നല്ല സുഖമായിട്ട് പോന്നു. പിന്നെ അവിടെ നിന്ന് വെയില കൂടി. ഓ അയ്യോ, വീടാണ് ചെറിയ ചെറിയ ദൂരമൊന്നുമില്ല, ഒക്കെ തിരി ദൂരം ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ ആട്, ഈ വീടൊന്നും ചെറുത് ചെറുത് തിരിയുള്ളോ. ആരെങ്കിലും ഒരു ഇവിടെ സ്റ്റേ ആക്കി വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ പോയിക്കും. ആ ഒരു വൈപ്പ് കിട്ടണമല്ലോ എങ്ങനെയാണെന്നുള്ളത് അറിയാം. പാടത്ത് വൈക്കോല് കൂട്ടിച്ചുള്ളെങ്കിൽ ആയിട്ടില്ലേ. കുറേ ബിൽഡിങ്ങുകൾ പണിതിട്ടില്ലേ. ഇവിടെ ഇല്ലേ യു.പിയിൽ തണവ് ടൈമിൽ സൂപ്പറാന്ന് പറഞ്ഞേ. നല്ല തണവും ജാതി രസമാന്ന് പറഞ്ഞേ. ഞാൻ കറക്റ്റ് നട്ട വെയിൽ വരുന്ന ടൈമിൽ ഞാൻ അവിടെ എത്തപ്പെട്ടത്. എല്ലാം നേരെ തിരിച്ചുള്ള സമയത്ത് ഞാൻ എത്തണേ. ഓ പറയണ്ട, അതിൻ്റെ ഉള്ളിൽ നോക്കി ഒരു അടിപ്പം വീട് വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ വീട് പാടം എവിടെയെങ്കിലേ കുറച്ചേരം ഇരിക്കുക. വയ്യ, ചൂടുള്ള പറഞ്ഞേ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ചീന വെള്ളം ഉണ്ടഞ്ഞേല്. എല്ലാ വീട്ടിലും പിന്നെ ഈ പശുക്കൾ ഇതൊക്കെ ഉണ്ടാവട്ടെ വേണ്ടില്ലേ.
അടിക്കണ്ട കേട്ടോ. അപ്പൂപ്പൻ അത് പറഞ്ഞു നോക്കി. അപ്പൂപ്പൻ എന്താ അടിക്കുന്നു? അയ്യോ, ഇതൊരു കടയാന്ന് കൊണ്ടിട്ട് ഇരിക്കാനുള്ള ഹെൽപ്പ്. അവിടെ കുറേ പിള്ളേരുടെ സൗണ്ടൊക്കെ കണ്ടല്ലോ. കുളിക്കുക. ആ, പിള്ളേർ കുളിക്കാന്നുണ്ട് ഇവിടെ. വെള്ളം വരുന്നൊന്നും കാണാനില്ലല്ലോ. കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ കാവുകൾ കണ്ടോ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ. കണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ കാവുകളുണ്ട്. അങ്ങനത്തെ പുള്ളിക്ക് ശരിക്കും പോകണ്ടേ. വെറുതെ പോയിട്ട് പിന്നെ പണിയാകണ്ടല്ലോ വിചാരിച്ചിട്ടാ. എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സൈക്കിളാണ്, പെട്ടെന്ന് ഓടാനും പറ്റില്ല. ബൈക്കൊക്കെ കഴിഞ്ഞ് പിന്നെയും പടച്ചിട്ട് തള്ളിയിട്ട് തന്നെ ഓടുകയും ചെയ്യാം. സൈക്കിളായാലും എന്തെങ്കിലും ഒരു ഓടിച്ച് പിടിക്കുന്നേ നല്ല ഇടിയും കിട്ടും. വെറുതെ എന്തിനാ. അയ്യോ അയ്യ, നമുക്കൊന്ന് കെടുക്കാന്നുള്ളതേ ഒരാരും ഇല്ലാത്തൊരു വലിയൊരു ബിൽഡിങ്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ കിടന്നോന്ന് പറഞ്ഞത്, ഇവിടെ കിടന്നോന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ചൂടാന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ കയറി പോകുന്നു. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കൊരു സൈക്കിൾ ആവും, ശരിക്കും പേടിയാവും. അങ്ങനത്തെ ഒരു സ്ഥലം എക്കോ കണ്ടില്ലേ. ഈ ബിൽഡിങ്ങിൽ കുറേ കാലമായിട്ട് ആരും ഇല്ല എന്നാ പറഞ്ഞത്. കാണുമ്പോൾ എന്നെ നോക്കി ആരും ഇല്ല. ആദ്യം ഇവിടെ ടെൻ്റ് അടിച്ച് ഞാൻ അത് ചൂടെടുത്ത് എടുക്കാനില്ല. അങ്ങനെ ആൾ പറഞ്ഞ മുകളിൽ ഓപ്പണാ കണ്ടു കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട മക്കളെ, ഒരു ജാതി ഫീൽ ഇവിടെ. എന്തോ എന്തോ നെഗറ്റീവ് ഇവിടെ അതെന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ പോലെ ഞാൻ പറഞ്ഞ മുകളിലാണ് ടെൻ്റ് അടിച്ചില്ല. കാണിച്ചു തരാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ പേടിയാവും. ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുള്ള. ടെൻ്റൊക്കെ കാണണ്ടാണോ ഇത് അടച്ചിടാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചേരി പോലത്തെ സ്ഥലമാണ്. ഇതിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടോ എന്നുള്ളത്. ഫ്ലാഷ് എങ്ങനെ ഓണാക്കുക? ഫ്ലാഷ് ഓണാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഒരു ചേരിയാണ് കണ്ട. ഇത് ലൈറ്റില്ലാത്ത കാരണം കാണാനില്ല. കണ്ട അവിടെ ഡബ്ബു 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 മറ്റുള്ള മോൾ അവിടെ ഉണ്ട്. കണ്ടാ ഫുള്ളൊരു തരം ചേരിയാണ്. നോക്കി ഫുള്ള് നായ്ക്കള്. എന്തൊരു സ്ഥലം. കെ സി ഒക്കെ ഉണ്ടിട്ട് അവരുടെ റൂമിൽ അവിടെ പോയി കിടക്കാമായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. പോയി ഭക്ഷണം കഴിക്കണം പോയിട്ട്. കാണുമ്പോൾ തന്നെ പേടിയാവുക. ഇവിടെ നിന്ന് എന്താണോ ഉണ്ടാവും പോണേ. കണ്ടറിയേണ്ടി വരും മക്കളെ. ചെറിയൊരു പേടി ഇല്ലാതില്ല കണ്ടില്ലേ. ഒരു കോളനിയുടെ ഉള്ളി ഫുൾ നെഗറ്റീവ് ടെൻഷൻ ഇല്ല. എന്തായാലും ഇവിടെ കിടന്നുറക്കണേ. അപ്പോൾ ശരി കേട്ടാ.